പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു ഭാഗ്യവും കൈവരുന്നില്ല, എനിക്ക് ഈശ്വരാധീനം കിട്ടുന്നില്ല, എൻ്റെ ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഹിന്ദു വിഷൻ ചാനലിൽ ഞാൻ പല കാര്യങ്ങളും മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലേ? ഇന്നും വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. വൈകുന്നേരമോ രാവിലെയൊക്കെ നമ്മൾ നിലവിളക്ക് തെളിയിക്കുമല്ലോ. 2 നേരം തെളിയിക്കുന്നവരാണ്, 1 നേരം തെളിയിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ സമീപത്തൊരു കിണ്ടിയും കൂടെ വെച്ച് അതിൽ വെള്ളം വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആ കിണ്ടിയിൽ ഇനി ഞാൻ പറയുന്ന രീതിയിൽ ഒരു തുളസിയിലയിട്ട് ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സാമ്പത്തികപരമായിട്ട്, മാനസികപരമായിട്ട്, ഉദ്യോഗപരമായിട്ട്, അങ്ങനെ ജീവിതത്തിൽ കുറേയധികം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒന്ന് അകന്നു പോകും. മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ സദ്ഗുണങ്ങൾ വിളയും. ഒരുപാട് ദോഷങ്ങളുള്ള വീട്ടിലൊക്കെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു അവസ്ഥ വരും. ഈശ്വരാധീനം വർദ്ധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയാണ് പണ്ട് കാലത്ത് ഓരോ അമ്മമാരും ഓരോ കാരണവർമാരും അനുഷ്ഠിച്ചു പോന്നിരുന്നത്. ഇന്ന് പലർക്കും അറിയില്ലാത്തതായ ഒരു കാര്യത്തെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇത് പഴമയുടെ ഒരു രഹസ്യം എന്നാണെങ്കിൽ പറയാം. ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ ഭക്തയാണെങ്കിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണിത്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ 2 നേരം നിലവിളക്ക് തെളിയിക്കുന്നവരാണ്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ നിലവിളക്ക് തെളിയിക്കുന്നവരോട് പറയുന്നത് ഇത് 2 നേരം ചെയ്യാമെങ്കിൽ ഏറെ ഉത്തമം. ഇനി വൈകുന്നേരം മാത്രമേ നിലവിളക്ക് തെളിയിക്കുകയാണെന്നുള്ളെങ്കിൽ അന്നേരവും ഓക്കെ. ചിലപ്പം ചിലർ നിലവിളക്ക് മാത്രമേ വയ്ക്കുന്നുള്ളൂ, കിണ്ടി വയ്ക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റില്ല. നിലവിളക്കിനോടൊപ്പം കിണ്ടിയും കൂടെ വയ്ക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ചെയ്യാൻ പറ്റുക. മാത്രമല്ല, നമുക്ക് കിണ്ടിയിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തുളസിയിലെങ്കിലും എടുക്കാൻ നമ്മുടെ വീട്ടുവളപ്പിൽ കാണണം, എങ്കിലേ ഇത് നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീട്ടുവളപ്പിൽ കുറച്ച് തുളസിയെങ്കിലും നട്ടുപിടിപ്പിക്കുക. ആ തുളസി അവിടെ നിൽക്കട്ടെ, വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് വരുമ്പോൾ അവിടെ ലക്ഷ്മി ഭഗവതിയുടെ പല്ലാസം കൂടി വരും. അവിടെ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിസരത്ത് എന്തായാലും തുളസി വേണം. അത് രാമ തുളസിയോ കൃഷ്ണ തുളസിയോ വെള്ള തുളസിയോ അങ്ങനെ എന്താവട്ടെ. നമ്മളിവിടെ കൃഷ്ണ തുളസിയും വെള്ള തുളസി, അതായത് നല്ല പച്ചയുള്ള തുളസിയില്ലേ, ഇത് രണ്ടുമാണ് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ തുളസിയില നുള്ളി വെക്കണം. സന്ധ്യാസമയത്ത് തുളസിയില നുള്ളാൻ പാടില്ല എന്നാണ് വിധി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നുള്ളി വെക്കണം. പാത്രം, വിളക്ക് എല്ലാം കഴുകി, കിണ്ടിയെല്ലാം കഴുകി, കിണ്ടിയിൽ വെള്ളവും വെച്ച് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം. നിലവിളക്ക് തെളിയിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ കിണ്ടിയിലേക്ക് ഒരു തുളസിയില അർപ്പിക്കണം. ഒരു തുളസിയില മതി, കൂടുതൽ വേണമെന്നില്ല. കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. നിങ്ങൾ ഒരുപാട് തുളസിയില ഇട്ട് നിങ്ങൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മന്ത്രത്തിനോടൊപ്പം അങ്ങനെ സമർപ്പിക്കാവുന്നതാണ്. മന്ത്രം എഴുതി കാണിക്കാം കേട്ടോ. ഓം ഗംഗായൈ വിമലായൈ സുജലായൈ ശക്തി ശക്തിം ഹ്രീം നമ. മന്ത്രം ഒന്നുകൂടി. ഓം ഗംഗായൈ വിമലായൈ സുജലായൈ ശക്തി ശക്തിം ഹ്രീം നമ. മന്ത്രം കേട്ടല്ലോ. അപ്പോൾ ഇത് അർപ്പിക്കേണ്ടുന്ന രീതിയുണ്ട്. അതായത് നമ്മൾ ഒരു തുളസിയില എടുത്തിട്ട് നമ്മുടെ നെഞ്ചിന് തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കണം. നമ്മുടെ വായുടെ ഇങ്ങനെ കീഴ്പോട്ട്, താടിയുടെ കീഴ്പോട്ടായിരിക്കണം, നെഞ്ചിന് മുകളിലേക്ക്. അപ്പോഴേ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉമിനീരൊന്നും ഇതിൽ തെറിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് ഭക്തിപൂർവ്വം അധികം പിന്നെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ജപിക്കണം. പതിയെ ജപിച്ചാൽ മന്ത്രണം പോലെ. അപ്പോൾ ഈ മന്ത്രം 18 ഉരു ജപിക്കണം. മറു കൈ കൊണ്ട് എണ്ണം പിടിക്കണം. 1 2 3 4 5 6 7 8 9 10 എന്നിങ്ങനെയുള്ള രീതിയിൽ എണ്ണം പിടിച്ച് 18 ഉരു എണ്ണിയിട്ട് ഇത് ഭക്തി പുരസ്സരം ഈ കിണ്ടിയിലേക്ക് ഇടുക. കിണ്ടിയിലേക്ക് ഇട്ടാൽ മാത്രം പോരാ, പിറ്റേന്ന് രാവിലെ ഈ കിണ്ടിയിലെ ജലം ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം കഴുകുകയും വേണം. നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മുഖമൊക്കെ കഴുകി ശുദ്ധമായിട്ട് വന്നിട്ട്, ഇനിയിപ്പോൾ കുളിക്കാത്തവർ, രാവിലെ കുളിക്കാത്തവരാണെങ്കിൽ കൂടിയും കുഴപ്പമില്ല, നിങ്ങൾ മുഖമൊക്കെ കയ്യും കാലുമൊക്കെ നനച്ച് വന്നിട്ട് ഇതിലെ കിണ്ടിയിലെ ജലം എടുത്ത്
മുഖം കഴുകണമെന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയം കൊണ്ട്, ഈ രാത്രി സമയം കൊണ്ട് ഈ മന്ത്രപൂരിതമായിട്ടുള്ള ഈ ജലം, ലക്ഷ്മി വാസമുള്ള ജലം നമ്മുടെ ശരീരത്തിലേക്ക് പരിലസിക്കുന്നതിന് ഇത് വളരെ കാരണമാകും. ചിലർ ഇത് കുടിക്കാൻ നിർദ്ദേശിക്കും, ഞാനിവിടെ കുടിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. കാര്യം ഇത് രാത്രി സമയത്തൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്ന ഒന്നാണ്. അത് ചിലപ്പം പല്ലിയുടെയോ മറ്റൊക്കെ എന്തെങ്കിലും തരത്തിൽ, ചിലപ്പോൾ ചിലന്തിയുടെ എങ്ങനെയെങ്കിലും വന്ന് ഒരു കാഷ്ടമോ മറ്റോ വീണ് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആവും. അതുകൊണ്ട് മുഖം കഴുകുക എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ പറയുന്നത്. അത് മതിയാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ വളരെ ഗുണങ്ങളുണ്ടാകും. ഭർത്താവിനും കുട്ടിക്കും ഭാര്യയ്ക്കും മക്കൾക്ക് എല്ലാം വളരെ സന്തോഷപരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായി വരും. ഒരുപാട് പേരുടെ നിത്യജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഈശ്വരാധീനം കൈവരിക്കാൻ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ചര്യയിൽ ഇതും കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പൂർത്തീകരിക്കുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.